നമസ്കാരം സർ. ബംഗ്ലാദേശിൽ നിന്നും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പുറത്തുവരുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. അവരുടെ രാഷ്ട്രീയ സാഹചര്യമായാലും ഒക്കെ ഇപ്പോഴിതാ ഇന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യ അടക്കം ആ വാർത്തയിലേക്ക് ഉറ്റുനോക്കുകയാണ്. ബംഗ്ലാദേശ് സൈന്യത്തിൽ ഒരു അട്ടിമറിക്ക് സാധ്യത എന്നതാണ് വാർത്ത. ഈ വാർത്തയെ താങ്കൾ എങ്ങനെ വിശകലനം ചെയ്യും? ബംഗ്ലാദേശിൽ സൈനിക അട്ടിമറിക്ക് സാധ്യതയുണ്ടെന്നുള്ള വാർത്ത ബംഗ്ലാദേശിനകത്തു നിന്നുള്ള മാധ്യമങ്ങളും ആ, 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 ദേശീയ മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശ് ഇപ്പൊ തന്നെ പലവട്ടം ഉസ്മാൻ താക്കീത് കൊടുത്തു കഴിഞ്ഞു. സൈനിക അട്ടിമറിയുടെ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ബംഗ്ലാദേശിന്റെ ചാർജുകാരൻ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന യൂനസ് ഇതുപോലെ ഉസ്മാനെ കണ്ടു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. സൈനിക മേധാവി പ്രസിഡന്റിനെ ഉൾപ്പെടെയുള്ളവരെ കണ്ട് ബംഗ്ലാദേശിന്റെ സ്ഥിതിവിശേഷം വിലയിരുത്തി എന്നാണ് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാകുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഒരു അട്ടിമറിക്ക് ശേഷം യൂനസിന്റെ നേതൃത്വത്തിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഒരു അട്ടിമറി ഉണ്ടാക്കി ജനാധിപത്യ സംവിധാനത്തിൽ നിന്നിരുന്ന ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചു വന്നതാണ് താൽക്കാലിക ഗവൺമെന്റ്. അപ്പൊ ഈ താൽക്കാലിക ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ആ ഗവൺമെന്റ് വീണ്ടും ഇവിടെ ഒരു ഇലക്ഷൻ നടത്തി ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഒരു ഗവൺമെന്റിനെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഒരു സ്ഥിരം സംവിധാനമാക്കുന്നതിന് ഇതുവരെ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന ഭരണഘടനയും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും ഒക്കെ അട്ടിമറിച്ച് യൂനസിന് താല്പര്യത്തിൽ കൂടി, അല്ലെ യൂനസിനെ കൊണ്ടുവന്ന ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ, ജമാഅത്ത് ഇസ്ലാമി പോലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ താല്പര്യത്തിനനുസരിച്ച് രാജ്യത്തെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ആ സമയം അല്ലെങ്കിൽ ഈ യൂനസ് തയ്യാറാകുന്നു. അത്തരത്തിൽ അതിന് സഹായമാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു മതരാഷ്ട്ര സംവിധാനത്തിലേക്ക് ബംഗ്ലാദേശിനെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്ന പാകിസ്ഥാനെ ഉൾപ്പെടെ, അല്ലെ പാകിസ്ഥാൻ പട്ടാളത്തെ, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള IS രഹസ്യാന്വേഷണ വിഭാഗത്തെ ഒക്കെ സഹായത്തിൽ, അല്ലെങ്കിൽ ഇതുവരെ സ്വാതന്ത്ര്യാനന്തരം അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഉണ്ടായതിനു ശേഷം പാക് പട്ടാളത്തെ അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ലാത്തടത്ത് യൂനസിന്റെ നേതൃത്വത്തിൽ പട്ടാളത്തെ പ്രവേശിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളത്തെ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അരാജകത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ആ രാജ്യം ഇനി തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ എല്ലാം കൂടെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹബ്ബാക്കി മാറ്റുന്നതിന് പാകിസ്ഥാൻ ശ്രമിക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് യൂനസ് പോവുകയും ഇത് മനസ്സിലാക്കി പട്ടാള മേധാവി ഒരുപക്ഷെ ഇന്ത്യ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള ബംഗ്ലാദേശ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് നാളെ കാലത്തെ ബംഗ്ലാദേശിലെ ഈ യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം, അല്ലെങ്കിൽ അവർ ഉരുത്തിരിക്കുന്ന ഒരു സംവിധാനം ഇന്ത്യക്ക് ത്രട്ടാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇടപെടൽ അതിനകത്ത് നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അരക്കൻ ആർമിയിൽ വന്നത്, അല്ലെങ്കിൽ മറ്റ് ചില അതിനകത്ത് ഹസീനയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭങ്ങൾ, അല്ലെങ്കിൽ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രകടനങ്ങൾ ഉണ്ടാകുന്നത്, പൊതുസമ്മേളനങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പൊ വിദ്യാർത്ഥി പ്രക്ഷോഭം, അല്ലെങ്കിൽ ആ അട്ടിമറിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ പഴയതുപോലെ അവിടെ ശക്തമാകാത്ത രീതിയിൽ പട്ടാളത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്, അവിടുത്തെ പോലീസ് സംവിധാനവും മറ്റ് ഗവൺമെന്റ് സംവിധാനവും മൊത്തം അട്ടിമറിച്ച്, അല്ലെങ്കിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാം വേട്ടയാടി പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് വ്യത്യാസം വന്ന് ഇപ്പൊ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഈ പഴയതുപോലെ അവിടുത്തെ ഈ ഗവൺമെന്റിനെ അട്ടിമറിച്ച ഈ വിദ്യാർത്ഥി പ്രക്ഷോഭർക്ക് പഴയ പോലെ അടിഞ്ഞാടാൻ പറ്റാത്തൊരവസ്ഥ. അത് പട്ടാളത്തിന് പൂർണ്ണ നിയന്ത്രണത്തിലേക്ക്, അല്ലെങ്കിൽ പട്ടാളത്തിന് കൂടുതൽ കരുത്തേകുന്ന രീതിയിലേക്ക്, പട്ടാള സംവിധാനം നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ബംഗ്ലാദേശിനെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നത് ഒരു പക്ഷേ ഇന്ത്യ ആയിരിക്കാം. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പട്ടാളം ഏറ്റെടുക്കുന്ന ഒരവസ്ഥ, പട്ടാളം താക്കീത് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇന്ത്യയുമായിട്ട് ഇതേ രീതിയിൽ സ്വരച്ചേർച്ചയില്ലാതെ പോകാൻ സാധിക്കത്തില്ല, ഇന്ത്യയുമായിട്ട് പഴയ ബന്ധത്തിൽ പോയേ സാധിക്കത്തുള്ളൂ. ഈ രീതിയിൽ പാകിസ്ഥാന്റെ കടന്നുകയറ്റം, അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ കടന്നുകയറ്റം, അത് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി വീണ്ടും അധികാരത്തിൽ വരുന്നതിനും, അല്ലെങ്കിൽ കൃത്യമായ ഒരു ബംഗ്ലാദേശിനെ പഴയതുപോലെ ഉരുത്തിരിക്കുന്നതിനും ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടി പട്ടാളം നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതിനുവേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഒരു താക്കീതാണ് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് ഒരു പ്രസ്താവന നടത്തിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഏതായാലും ഉസ്മാന്റെ നേതൃത്വത്തിൽ പട്ടാള അട്ടിമറി നടത്തി വീണ്ടും ഹസീനയോ അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ഇലക്ഷൻ നടത്തി ഇന്ത്യക്ക് താല്പര്യമുണ്ടാക്കുന്ന
ഉണ്ടാകുന്ന രീതിയിലേക്ക് ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനവും ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അവിടെ കാണുന്നത്. ഏതായാലും ആ രാജ്യം ഉറ്റുനോക്കുന്ന പോലെ ബംഗ്ലാദേശിലെ പത്രങ്ങൾ ഉൾപ്പെടെ പറയുന്നത് പോലെ പട്ടാള അട്ടിമറിയിലേക്ക് തന്നെ ബംഗ്ലാദേശ് എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു തവണ നമുക്കൊക്കെ അറിയാം ഹസീന വന്ന സമയത്ത് ഇന്ത്യ അഭയം കൊടുത്തിരുന്നു. ബംഗ്ലാദേശിനെ സഹായിക്കുക എന്നല്ല, അഭയം ചോദിച്ചു വന്ന ഒരാളെ നമ്മൾ കൈവിട്ടില്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ ഇന്ത്യ എങ്ങനെയായിരിക്കും ബംഗ്ലാദേശിൽ ഇനി വരാൻ പോകുന്ന ക്രൈസിസുകളെ അല്ലെങ്കിൽ സംഘർഷങ്ങളെ, ഒരു അട്ടിമറികളെ ഒക്കെ ഇന്ത്യ എങ്ങനെ നോക്കിക്കാണാനാണ് സാധ്യത? അല്ല, ബംഗ്ലാദേശിലെ ഈ പറയുന്ന പോലെ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഭരണ സംവിധാനം അയൽരാജ്യമായതുകൊണ്ട് ഇന്ത്യയുടെ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഹസീനയായിരുന്നു. ഹസീനെ ഇന്ത്യയോട് ചോദിച്ചിട്ട് അവരുടെ ഏത് കാര്യത്തിനകത്തും തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയോട് ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു. ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. അപ്പൊ അവരെ അട്ടിമറിക്കുന്നതിനകത്ത് നമ്മൾക്കത് മനസ്സിലാവുകയും ഏറ്റവും അവസാനം അവരെ ആ വിദ്യാർത്ഥി പ്രക്ഷോഭം അട്ടിമറിയിൽ അവസാനം ഹസീനയുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആ അറിയിപ്പ് കിട്ടി. ഒരുപക്ഷെ പട്ടാളത്തിനകത്ത് പോലും ഇന്ത്യക്ക് അന്നേ സ്വാധീനമുള്ളത് കൊണ്ട് അവരെ അവിടുന്ന് ഒരു ചെറിയ ഫ്ലൈറ്റിൽ കയറ്റി നമ്മുടെ യുദ്ധവിമാനങ്ങളുടെ സഹായത്തോടുകൂടെ കൊണ്ടെത്തിക്കുകയും അവരെ പാർപ്പിക്കുകയൊക്കെ ചെയ്ത ഒരവസ്ഥയാണ് ഉണ്ടായത്. വീണ്ടും അവിടെ ഈ പറയുന്നത് പോലെ ആരട്ടിമറിച്ചു അവർ ഇന്ത്യക്ക് ശത്രുക്കളാണ്. അപ്പൊ അവരെ ആ അട്ടിമറിയിൽ കൂടി തിരിച്ചു കൊണ്ടുവന്ന് അവരുദ്ദേശിക്കുന്ന ഒരു ബംഗ്ലാദേശിനെ ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന നല്ലൊരു അയൽക്കാരനായിട്ടുള്ള ബംഗ്ലാദേശിനെയാണ് ഇന്ത്യ ഉരുത്തിരിക്കാൻ സാധിച്ചത്. അതിനുവേണ്ടിയുള്ള നയതന്ത്രം അതിനകത്ത് ഇന്ത്യ നടത്തുന്നുണ്ട്. അത് ലോകത്ത് എല്ലാവർക്കും അറിയാം, ബംഗ്ലാദേശികൾക്കും അറിയാം. അതിന് അവർക്ക് കൊടുക്കാൻ തെളിവുകളില്ലെന്നേ ഉള്ളൂ. ഒരുപക്ഷെ ഹസീനയ്ക്ക് ഈ പറയുന്ന അട്ടിമറിയിലൂടെ അവരുടെ പാർട്ടി സംവിധാനത്തിലെ നേതാക്കന്മാരെയും ഒക്കെ വേണ്ട രീതിയിൽ പഴയതുപോലെ ബംഗ്ലാദേശിൽ ഇടപെടാൻ സാധിക്കത്തില്ലെങ്കിൽ അവിടെ ഒരു പ്ലാൻ പ്ലാൻ എ ഹസീന തന്നെയാണ്. ഒരു പ്ലാൻ ബി സംവിധാനം പോലും അവിടെ കൊണ്ടുവരാൻ, കാരണം ഒരു പാർട്ടി പുതിയതായിട്ടുണ്ടാക്കി ആ പാർട്ടി ഇന്ത്യയുടെ ഭാഗമായിട്ടിരിക്കുന്ന പാർട്ടിയാക്കിയിട്ട് ഇന്ത്യക്ക് താല്പര്യപ്പെടുന്ന ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുവരാനാണ്. പക്ഷെ ഹസീന ആയിരിക്കണമെന്നില്ല. നാളെ കാലത്തെ ഹസീനയെ ഒക്കത്തില്ലെങ്കിൽ വേറെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ഇന്ത്യക്ക് ഉതകുന്ന ഭരണ സംവിധാനത്തെ വരെ ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ശ്രമം നടത്തുന്നതായിട്ടും അല്ലെങ്കിൽ അതിനകത്ത് ഇടപെടുന്നതായിട്ടും ഒക്കെ ഉള്ള ഒരു റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് പക്ഷെ ആർക്കും തെളിയിക്കാൻ പറ്റുന്നില്ല. ഇന്ത്യക്ക് അതിനകത്ത് നടത്തുന്ന നയതന്ത്രം അല്ലെങ്കിൽ അതിനകത്ത് നടത്തുന്ന നീക്കങ്ങൾ, അതിനകത്ത് നടക്കുന്ന കലാപങ്ങൾ, ഒരുപക്ഷെ ഈ സൈനിക മേധാവി ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കുന്നതൊക്കെ ആ ഇന്ത്യയുടെ താല്പര്യങ്ങളായിരിക്കും. അത് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വകുപ്പ് വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അത് ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ ലോകത്തുടനീളം ഇപ്പൊ ഈ ഇടപെടാൻ കഴിയുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇടപെടാം. ഏതായാലും നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മളോട് അഭയം ചോദിച്ചിട്ടുള്ള ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രിയായിട്ട് ഹസീനയെ പണ്ടും നമ്മളാണ് രക്ഷിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ ഒരു പട്ടാള അട്ടിമറിയിലൂടെ ഈ ഹസീനയുടെ കുടുംബത്തിലെ 40 പേരെ കൊല്ലുന്നു. ഹസീനയുടെ അച്ഛനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ബാക്കി കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ 40 പേരെ കൊന്നപ്പോൾ അന്ന് ഹസീനയുടെ സഹോദരി പഠിക്കാനെന്നുള്ള പോലെ വെളിയിൽ പോയതാണ്. വീണ്ടും അവരെ അവിടേക്ക് തിരിച്ചു വിടാതെ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ബംഗ്ലാദേശ്, അവർക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു ബംഗ്ലാദേശിനെ ഉരുത്തിരിക്കുന്നത് വരെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അവരെ അവിടെ പാർപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇവരെ പണ്ടും രക്ഷിച്ചിട്ടുള്ളത് നമ്മളാണ്, ഇപ്പോഴും അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളാണ് നിൽക്കുന്നത്. നമ്മൾ അവരെ തന്നെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടി ഒരു ജനാധിപത്യ രീതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് വേണ്ടിയൊക്കെ ഈ പറഞ്ഞ ട്രംപും ഇന്ത്യയും ഒക്കെ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ അവർക്ക് അവിടെ അതിന് കഴിയത്തില്ലെങ്കിൽ നമുക്ക് താല്പര്യപ്പെടുന്ന രീതിയിലേക്കുള്ള പ്ലാൻ ബി, അത്തരത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെ ഉരുത്തിരിക്കുന്നതിനും ഇന്ത്യക്ക് കഴിയും. അതിനുവേണ്ടി ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നയതന്ത്രം അവിടെ നടത്തുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.